നമസ്കാരം. കേരളത്തിൽ വേനൽ മഴ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴയ്ക്ക് പിന്നാലെ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും കാലാവസ്ഥ അസ്ഥിരമായിരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 2 വരെ സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ സാമാന്യം ശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലും മലയോര മേഖലകളിലും വൈകിട്ടോടെ ആരംഭിച്ച മഴ ഏകദേശം 1 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമായിരുന്നു. കോഴിക്കോട് നഗരം, നാദാപുരം, കുറ്റ്യാടി മേഖലകൾക്ക് പുറമെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, തളിപ്പറമ്പ്, ഇരിട്ടി, ആലക്കോട് തുടങ്ങിയ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റ് വീശുവാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കൂടാതെ ശക്തമായ ഇടിമിന്നലിനും സാധ്യത ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ താൽക്കാലികമായി ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കാലാവസ്ഥാ സാഹചര്യം ഗുരുതരമാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റും മഴയും ചിലയിടങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ മരക്കൊമ്പ് പൊട്ടിവീണ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് പരശൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചിറ്റാരിപ്പറമ്പിൽ ഒരു കടയുടെ മേൽക്കൂര പറന്നുപോയി. ജിംനേഷ്യത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് വലിയ നാശനഷ്ടം സംഭവിച്ചു. 3 വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണ സംഭവം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളായി സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും വേനൽ മഴ തുടരുകയാണ്. ഉയർന്ന ചൂടിനിടയിൽ ലഭിക്കുന്ന ഈ മഴ താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇടിയോടുകൂടിയ മഴയും കാറ്റും അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രി വരെയോ ചില ജില്ലകളിലൊക്കെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇടുക്കി മലയോര മേഖലകൾ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കിഴക്കൻ മേഖലകൾ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ മഴ ലഭിക്കുവാൻ സാധ്യത. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും കിഴക്കൻ ഇടനാടൻ പ്രദേശങ്ങളിലും വേഗത്തിൽ രൂപപ്പെടുന്ന ഇടിമിന്നൽ മേഘങ്ങൾ മൂലം പെട്ടെന്നുള്ള മഴയ്ക്ക് സാധ്യത കൂടുതലാണ്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ വിവിധ ജില്ലകളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ് നിലവിലെ ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം അൾട്രാവയലറ്റ് തോത് ആശങ്കാജനകമായ രീതിയിലാണ് ഉയർന്നത്. വിവിധ ജില്ലയിലെ കണക്കുകൾ നോക്കിയാൽ ഓറഞ്ച് അലർട്ട് അതീവ ജാഗ്രത പാലിക്കേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. ഏറ്റവും ഉയർന്ന നിരക്കായ 8 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശത്തിലുണ്ട്. യെല്ലോ അലർട്ട് അതായത് ജാഗ്രത പാലിക്കേണ്ടത് കൊല്ലം, കൊട്ടാരക്കര, ആലപ്പുഴ, ചെങ്ങന്നൂർ, കോട്ടയം, ചങ്ങനാശ്ശേരി, പാലക്കാട്, തൃത്താല എന്നീ സ്ഥലങ്ങളിലാണ്. UV ഇൻഡെക്സ് 7 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലായി UV ഇൻഡെക്സ് 6 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ട് താഴെ തന്നെ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇത് 5 ആയി തുടരുകയാണ്. UV ഇൻഡെക്സ് 6 മുതൽ 7 വരെ ആയാൽ യെല്ലോ അലർട്ടും 8 മുതൽ 10 വരെ ആയാൽ ഓറഞ്ച് അലർട്ടും 11 മുകളിലായാൽ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിക്കുന്നത്. നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക, കുട ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ദീർഘനേരം ഉയർന്ന അളവിലുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ഏൽക്കുന്നത് ചർമ്മ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം.